അടിമുടി ഒരു PR നാടകം. വേദിയിൽ മുഖ്യവേഷങ്ങളിൽ ബാലുശ്ശേരി സ്വദേശി മൊയ്തീൻ, കൂടാതെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. തിരക്കഥ പാർട്ടി നേതാക്കൾ വക. പക്ഷേ ക്ലൈമാക്സ് അടപടലം തേഞ്ഞു. പെൻഷൻ കിട്ടിയ പൈസ UDF വന്നാൽ എനിക്ക് കിട്ടൂല, നിങ്ങൾ തന്നെ വരണോ? ഒരു കാര്യം പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അരികിൽ നിൽക്കുന്ന മൊയ്തീനിക്ക സത്യത്തിൽ ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. എങ്ങാനും ഇനി അഭിനയിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഉള്ള പെൻഷനോ മറ്റോ മുടങ്ങിയാലോ എന്ന് ആ പാവത്തിന് തോന്നിക്കാണും. അതുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കൾ പറഞ്ഞ് പഠിപ്പിച്ചത് കൃത്യമായി തന്നെ വേദിയിൽ പറഞ്ഞു. പെൻഷൻ കിട്ടിയ പൈസയാണ്, UDFക്കാർ വന്നാൽ എനിക്ക് കിട്ടൂല, നിങ്ങൾ തന്നെ വരണം എന്നതായിരുന്നു പാവം മൊയ്തീൻ എന്ന വയോധികനെ പറഞ്ഞു പഠിപ്പിച്ചതോ അല്ലെങ്കിൽ പഠിപ്പിച്ചതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി പറഞ്ഞതോ ആയ ആ ഡയലോഗ്. മറുവശത്ത് വലിയ തട്ടുകേടില്ലാതെ ഗോവിന്ദൻ മാസ്റ്ററും എക്സ്പ്രഷനൊക്കെ ഇട്ട് തകർത്ത് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ അതാ ആ മനുഷ്യൻ തനിക്ക് പെൻഷൻ കിട്ടിയ ആ പണം പാർട്ടിക്ക് നൽകുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ അടുത്ത നിമിഷം ഉദാരമനസ്കനായ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ ആ പണം തിരികെ മൊയ്തീനിക്കയ്ക്ക് തന്നെ കൊടുത്ത് വീണ്ടും ഉദാത്തമായ മാതൃക കാട്ടി. പോരാത്തതിന് ഒരു ക്ലാസ് ഡയലോഗും. പണം വാങ്ങിയ MV ഗോവിന്ദൻ സംഭാവന സ്വീകരിച്ചതായി കരുതുക എന്ന് പറഞ്ഞ ശേഷം പണം തിരികെ ആ വൃദ്ധൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് നൽകി. നമ്മൾ തന്നെ വരും, ഒരു കാര്യം ചെയ്, ഈ കാശ് കീശയിൽ തന്നെ വെച്ചോ എന്ന് പറഞ്ഞാണ് MV ഗോവിന്ദൻ തിരികെ മൊയ്തീൻ്റെ പോക്കറ്റിൽ കാശ് വെച്ച് കൊടുക്കുന്നത്. കൂടെയുണ്ടായിരുന്ന CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് മാഷ് വാങ്ങിയതായി കരുതിക്കോളൂ, അതായത് ഈ പണം MV ഗോവിന്ദൻ മാസ്റ്റർ വാങ്ങിയതായി കരുതിക്കോളൂ എന്ന് പറയുന്നതും വീഡിയോയിലുണ്ട്. ഇതുവരെ എല്ലാം ഏകദേശമൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ്. ആ വലിയ ട്വിസ്റ്റിന് കാരണമായ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. മനസ്സാറിന് കൊടുത്തതല്ലേ? കൊടുത്തതല്ലേ? അങ്ങനെയല്ലേ പറയുന്ന ഞങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞ ഞങ്ങൾ കേട്ടോ? കേട്ടോ? ഇല്ല, നിങ്ങൾ പറഞ്ഞതേനും ഞാൻ പെൻഷന് ഓരോരോ നേതാക്കന്മാരെ എത്തിയെത്തും, പിണറായിന്റെ എത്തിയെത്തും, വേറെ എല്ലാവരും എത്തിയെത്തും. പെൻഷൻ കിട്ടിയിട്ട് മുപ്പരെത്തിയെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ ഇന്ന് കളിക്കുന്നില്ലേ? അതേമാതിരിയിൽ ഞാൻ സ്റ്റേജിന്മ കയറിയിട്ട് കളിച്ച മുപ്പരെത്തിയെത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങൾ എന്നെ കീസയിലിടീന്നും പറഞ്ഞു, കീസയിൽ വെച്ചിട്ടൊന്നും പറഞ്ഞു, എൻ്റെ കീസയിലിട്ട് തന്നു. ഞാൻ മനസ്സറിന് കൊടുത്തല്ല, ഈ ഡെയിലി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പണിയാണ്. അത് ചെയ്യണ്ടായിരുന്നു. അതാ ചെയ്തതിനെ കൊണ്ട് എന്താ ദോഷം ഉണ്ടായത്? ചെയ്തതുകൊണ്ട് ഇപ്പൊ എന്താ ദോഷം ഉണ്ടായത്? ചെയ്തിട്ട് ദോഷം ഉണ്ടായത് പല ആൾക്കാരും പലതും പറയാം. അത് തന്നെ ഞാൻ അങ്ങനെ കാണിക്കണ്ടായിരുന്നു. ഇപ്പൊ ഞാന് പൂനൂർ പോയിരുന്നു, പള്ളിയിൽ പോയപ്പോ ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ കാര്യത്തിൽ ദയവായി ഈ പാവം അപ്പൂപ്പനെ കുറ്റപ്പെടുത്തരുതെന്ന്. അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ്. അതുകൊണ്ടാണ് തനിക്കറിയുകയോ അല്ലെങ്കിൽ അറിയാത്തതോ ആയ ഒരാൾ വന്ന് സത്യാവസ്ഥ തിരക്കിയപ്പോൾ ഉള്ളതുപോലെ പറഞ്ഞത്. സൊമാനസാലെ പെൻഷൻ പണം നൽകിയതല്ലെന്നും ചിലർ തന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി പണം നൽകിച്ച് വീഡിയോ എടുത്തതാണെന്നും വയോധികനായ മൊയ്തീൻ പറയുന്നു. വീഡിയോ എടുക്കാനായി CPM പ്രവർത്തകർ തന്നെ തന്ന പണമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പണം കൊടുക്കണമെന്നും അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുമെന്നും CPM നേതാക്കൾ പറഞ്ഞതായി ബാലുശ്ശേരി സ്വദേശി മൊയ്തീൻ പറഞ്ഞതോടെ ആകെ പുലിവാല് പിടിച്ച അവസ്ഥയിലാണ് പാർട്ടി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വികസന മുന്നേറ്റ യാത്ര കോഴിക്കോട് ബാലുശ്ശേരിയിലെത്തിയപ്പോഴായിരുന്നു ഈ സംഭവം. മൊയ്തീൻ തൻ്റെ കയ്യിൽ നിന്ന് 2000 രൂപ MV ഗോവിന്ദന് നൽകുകയും ചെയ്തു. പെൻഷൻ കിട്ടിയ പൈസയാണെന്നും അടുത്ത തവണയും LDF തന്നെ വരണമെന്നും UDF വന്നാൽ ഇത് കിട്ടില്ലെന്നും മൊയ്തീൻ പറയുന്നുണ്ട്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ
സോഷ്യൽ മീഡിയയിൽ അന്ന് ആ സമയത്തൊക്കെ സൈബർ സഖാക്കൾ തന്നെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. അതേസമയം CPM നേതാക്കൾ പറഞ്ഞിട്ടാണ് പണം കൊടുത്തതെന്ന മൊയ്തീൻ്റെ പുതിയ വീഡിയോ അത് വന്നതിന് പിന്നാലെ അത് കോൺഗ്രസ് ഹാൻഡിലുകളിലും വ്യാപകമായി പ്രചരിക്കുകയാണ്. അതല്ലെങ്കിലും അടിക്കാൻ CPMകാർ തന്നെ ഒരു നല്ല വൃത്തിയുള്ള വടിവെട്ടി കൈ കൊടുത്താൽ കോൺഗ്രസ്സുകാരും അടങ്ങിയിരിക്കുമോ? എന്തായാലും ഇലക്ഷൻ അടുത്ത ഈ സമയത്ത് കോൺഗ്രസ്സുകാർക്കും നല്ല ചാകരയാണ് ഈ വീഡിയോ കൊണ്ട്. തലങ്ങും വിലങ്ങും എടുത്തിട്ട് അടിക്കുകയാണ് ഈ വീഡിയോ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വയോധികൻ പണം നൽകുന്നത് വ്യാജ PR ദൃശ്യങ്ങളാണെന്ന് തെളിഞ്ഞതോടെ പാർട്ടി ഒന്നാകെ വലിയ നാണക്കേടിലാണ്. 9-ാം തീയതിയായിരുന്നു ഈ പരിപാടി. വേദിയിലേക്ക് എത്തിയ മൊയ്തീൻ MV ഗോവിന്ദന് പണം കൈമാറി. പക്ഷേ അതിനുശേഷമുള്ള നമ്മൾ കണ്ട ഈ പ്രതികരണമാണിപ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. നേതാക്കന്മാർ പറഞ്ഞു, നിങ്ങൾ ഈ പൈസ അയാളുടെ അടുത്ത് കൊടുക്ക്, അയാൾ പൈസ തിരിച്ചു തരുമെന്ന്. അതുപോലെ കൊടുത്തു, അയാൾ തിരിച്ചും തന്നുവെന്ന് മൊയ്തീൻ തുറന്നു പറഞ്ഞു. എന്തായാലും പെൻഷൻ തരുന്ന സർക്കാർ തുടരണമെന്ന് പ്രചരിപ്പിക്കാനായിട്ട ഈ റീൽ CPMനെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ പൊളിഞ്ഞെന്ന് പറഞ്ഞ് സൈബറിടത്തിൽ കോൺഗ്രസും വ്യാപകമായി CPMനെ കടന്നാക്രമിക്കുകയാണ്. സത്യത്തിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷമുള്ള മൊയ്തീനിക്കയുടെ പ്രതികരണം വന്നതോടെ സകല PR വർക്കുകളും പാളി. ഞാൻ സ്റ്റേജിന്മേൽ കയറിയിട്ട് കളിച്ചതാ എന്നതായിരുന്നു നിഷ്കളങ്കനായ മൊയ്തീൻ്റെ മറുപടി. നേതാക്കളെല്ലാം കൂടി പറഞ്ഞു, നിങ്ങൾ ഈ പൈസ അയാൾ കയ്യിൽ കൊടുക്ക്, അയാൾ പൈസ തിരിച്ചു തരുമെന്ന്. അതുപോലെ കൊടുത്തു, അയാൾ തിരിച്ചും തന്നു. ചുറ്റും നിൽക്കുന്നവർ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പോലും അറിയാതെ മൊയ്തീൻ സത്യം വിളിച്ചു പറഞ്ഞു. ഇതോടെ സ്റ്റേജിൽ നടന്നത് പച്ചയായ നാടകമാണെന്ന് വ്യക്തമായി. നേതാക്കൾ പറഞ്ഞു പഠിപ്പിച്ചത് അതേപടി പുറത്തായതോടെ പാർട്ടി അണികൾ പോലും സോഷ്യൽ മീഡിയയിൽ മുഖം പൊത്തുകയാണ്. ഇതിനിടെ കോൺഗ്രസുകാർ ക്ഷേമ പെൻഷനെ അവഹേളിക്കുന്നുവെന്ന് പറഞ്ഞ് മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തി. ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ മാത്രമാണ് പെൻഷൻ തുക ഉയർത്തിയിട്ടുള്ളതെന്നും റിയാസ് പറയുന്നുണ്ട്. കാര്യം എന്തായാലും നാടകം പൊട്ടി പാളീസായി. ഇത്തരം പരിപാടികൾ ഏൽപ്പിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം നിങ്ങളെയൊക്കെ പോലെ കക്കാനും നിൽക്കാനും അറിയുന്ന ആരെങ്കിലും ഇത്തരം പണികൾ ഏൽപ്പിക്കണമെന്ന് മാത്രമേ പാർട്ടിക്കാരോട് പറയാനുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഇത്ര ശുദ്ധനായ ഒരാളെ PR ജോലി ഏൽപ്പിക്കണമായിരുന്നു എന്നത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെയും പരിഹാസം. വീഡിയോ പുറത്തു വന്നതോടെ കോൺഗ്രസ് BJP സൈബർ അണികൾ ഇത് ഏറ്റെടുത്ത് ആഘോഷമാക്കുകയാണ്. വൻതുക മുടക്കി നടത്തുന്ന PR വർക്കുകൾ എങ്ങനെ ഒരു പാവം മനുഷ്യന്റെ വാക്കുകളിൽ തകർന്നടിയുമെന്നതിന് ഉദാഹരണമാണ് ഈ സംഭവമെന്നും സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് മൊയ്തീനിക്കയുടെ ഈ തുറന്നു പറച്ചിൽ വീഡിയോ കണ്ടത്. ജാഥ തുടങ്ങുന്നത് മുതൽ MV ഗോവിന്ദന്റെ പ്രസംഗങ്ങളും ഇടപെടലുകളും ട്രോളന്മാർക്ക് സ്ഥിരമായി അല്ലെങ്കിലും വിരുന്നൊരുക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ബാലുശ്ശേരിയിലെ മൊയ്തീനിക്ക തകർത്തത് പാർട്ടി സെക്രട്ടറി നേരിട്ട് പങ്കെടുത്ത ഒരു സ്ക്രിപ്റ്റഡ് ഷോയാണ്. ഇനി ഈ PR ക്ഷീണം തീർക്കാൻ പാർട്ടിക്ക് എന്തോരം PR ചെയ്യേണ്ടി വരുമോ എന്തോ.